Hi all, Assalamu alaikum. Welcome back to Jashis CookBook. Jashis CookBookിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീസ് കേക്ക് നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാമല്ലേ? ഒന്ന് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത് പോലെ ജെലാറ്റിൻ ചേർത്ത് സെറ്റ് ആക്കി എടുക്കുന്നതും മറ്റൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നതും. ഇന്ന് ഞാൻ ബേക്ക് ചെയ്തുണ്ടാക്കുന്നതിന് പകരം സ്റ്റീം ചെയ്താണ് ചീസ് കേക്ക് ഉണ്ടാക്കുന്നത്. കുറച്ച് പേരെങ്കിലും കരുതുന്നുണ്ടാവും വേവിച്ചുണ്ടാക്കുന്ന ചീസ് കേക്ക് ബേക്ക് ചെയ്താലേ ശരിയാവൂ എന്ന്. ഇത് സാധാരണ കേക്ക് പോലെ സ്പോഞ്ചിയോ ജാപ്പനീസ് ചീസ് കേക്കിൻ്റെ പോലെ ഫ്ലഫിയോ ആകില്ല എന്നതൊഴിച്ചാൽ അതേ ടേസ്റ്റിൽ നമുക്ക് സ്റ്റീം ചെയ്തിട്ട് ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചീസ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി 20 ക്രീം ചീസ് ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ചീസ് ഒന്ന് റൂം ടെമ്പറേച്ചറിലാക്കിയെടുക്കണം. കിരി ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രീം ചീസിൻ്റെ വലിയൊരു ബ്ലോക്കാണുള്ളതെങ്കിൽ 225 ഗ്രാം ചീസ് എടുക്കണം. ഇനി കപ്പ് കണക്കിലാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ചീസ് എടുക്കണം. പിന്നെ വേണ്ടത് 3 കോഴിമുട്ട, 1 കപ്പ് പാല്, 5 ടേബിൾ സ്പൂൺ മൈദ, 3/4 കപ്പ് പഞ്ചസാര, ചെറുനാരങ്ങയുടെ നീരും 3 ടേബിൾ സ്പൂൺ ഇവയാണ്. നമുക്ക് ചീസ് അതിൻ്റെ കവറൊക്കെ കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമുക്ക് പാലും പഞ്ചസാരയും കോഴിമുട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാട്ടോ. ഞാൻ സ്പാച്ചുല വെച്ച് മിക്സാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ കുറച്ച് മിക്സ് ആവാതെ കിടന്നാലും യാതൊരു കുഴപ്പമില്ല. ചീസ് അവിടെ കടിക്കാൻ കിട്ടുന്നത് കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കതിലേക്ക് മൈദ അരച്ച് ചേർക്കാം. വീണ്ടും നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ഏറ്റവും ലാസ്റ്റ് നാരങ്ങനീര് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ സ്റ്റീം ചെയ്യാൻ വേണ്ടി ബട്ടറോ ഓയിലോ തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് നമുക്കത് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായി കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. ആവി കൊണ്ടുണ്ടാകുന്ന വെള്ളം അതിൽ വീഴാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് അലുമിനിയം സ്റ്റാൻഡോ അല്ലെങ്കിൽ പാത്രമോ കമഴ്ത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് കേക്ക് ബാറ്റർ വെച്ച പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം മൂടി 40 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 40 മിനിറ്റിൽ ലാസ്റ്റ് 10 മിനിറ്റ് മൂടി തുറന്ന് അലുമിനിയം ഫോയിലും മാറ്റി വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി നമുക്കത് ചൂടാറാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കാം. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ചീസ് കേക്ക് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചീസ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിലില്ല. ബേക്ക് ചെയ്യുമ്പോൾ എഗ് വൈറ്റ് സെപ്പറേറ്റ് ആക്കി നല്ല സ്റ്റിഫ് ഫോം ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതാകുമ്പോൾ അതൊന്നും വേണ്ട, ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.